ശരിക്കും കുക്കിംഗ് എന്ന് പറഞ്ഞ ഒരു സർവൈവൽ മെത്തേഡാണ് ട്ടാ. എന്തിന് വേറെ പറയണ ഒരു ബാക്ടീരിയ പോലും ഭക്ഷണം കഴിക്കാണ്ടിരുന്ന ജീവൻ നിലനിൽക്കാൻ പറ്റാട്ടാ. നമ്മള് മനുഷ്യന്മാര് പിന്നെ നമ്മുടെ രുചിക്കനുസരിച്ച് ഓരോരോ മസാലകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ പല സ്ഥലത്തുള്ള ആളുകൾ അവരവർക്ക് അറിയുന്ന കാര്യം വെച്ചിട്ട് അവരവർക്ക് അറിയണ ഓരോ പേര് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ ലോകത്ത് കാണുന്ന പല വെറൈറ്റി ഡിഷ് ഉണ്ടായിരിക്കുന്നത് ട്ടാ. ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞിരുന്നായിരിക്കും. ഞാനും അങ്ങനത്തെ ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കിയിട്ട് ഒരു പേരങ്ങ് ഇട്ടുട്ടാ. അതാണ് ഈ എഗ് ഷവർമ്മ. മയോണൈസും മുട്ടക്കോസെല്ലാം ആഡ് ചെയ്ത് വരുന്ന ഷവർമ്മന്റെ ഒരു ഫീലും ഇതിൽ കിട്ടില്ല കേട്ടാ. ഞാൻ പേരിട്ടു പറഞ്ഞല്ലോ. നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു നായ്ക്കുട്ടി പൂച്ചക്കുട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ പേരിടുമല്ലോ. അതിനിപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. അതുപോലെ പക്ഷേ ഈ സാധനം പേര് പോലെയല്ല കേട്ടാ. പേരിനെങ്കാട്ടി അൾട്ടിമേറ്റ് ആണ്. എപ്പോഴും നമുക്ക് വീട്ടിലുണ്ടാക്കി കിട്ടുന്ന ഭക്ഷണങ്ങൾക്കൊന്നും വലിയ അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല കേട്ടാ. പുറത്ത് പോയിട്ട് അതിനേക്കാൾ ഊള ഫുഡ് കിട്ടിയാലും വാ ബ്യൂട്ടിഫുൾ എന്ന് പറയും. കാരണം നമ്മളിത് കാശ് കൊടുത്ത് കഴിക്കാനേ. വില കുറഞ്ഞ് കിട്ടിയാലും വെറുതെ കിട്ടിയാലും നല്ല ഊള സാധനമായിരിക്കും ചിന്തിക്കുന്നതാണ് ഈ ഫുഡ് സെക്ഷൻ എന്ന് പറയുന്നത്. നല്ലൊരു ബണ്ണെടുത്ത് ഇതാ ഇതുപോലെ രണ്ടാക്കി മുറിക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ മുട്ടക്കറി അല്ല കേട്ടാ, മുട്ട എന്താ ഇതിന് പറയാ, ഷവർമ്മ. ആ ഷവർമ്മ കൊണ്ട് ഫില്ല് ചെയ്യുക. എന്തായാലും ഇപ്പൊ അടിപൊളിയായിട്ടില്ലേ നല്ല എഗ് ഷവർമ്മ ബർഗർ. ഞാൻ ഇങ്ങനെയാണ് ഓരോ വെറൈറ്റി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കോമഡി ആയി തോന്നും. പക്ഷെ മുമ്പ് ഏതൊക്കെയോ നാട്ടിലിരുന്ന് ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഇന്നത്തെ പിസയും ബർഗറും സാൻഡ്വിച്ച് എല്ലാം ഉണ്ടായിരിക്കുന്നത്. വീട്ടിലിപ്പോ ചിക്കൻ ഉണ്ടാക്കി അയ്യോ നല്ല ബ്രോയിലർ കോഴി എന്ന് പറയുന്ന ടീംസ് KFC പോയിട്ട് നന്നായിട്ട് ചിക്കൻ കഴിക്കണ്ട. KFCയിൽ പിന്നെ നാടൻ കോഴിയാണല്ലോ. അങ്ങനെ വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കി കഴിക്കണമെന്ന് താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിലേക്ക് ഇരുന്ന് നോക്കട്ടെ. അത്യാവശ്യം ഒരു വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ആഗമന നിഗമനം. അതിൽ രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. പക്ഷേ ഉള്ളിയും തക്കാളി മുട്ട എല്ലാം കൂടി വന്നപ്പോൾ ഒരു ഷവർമൻ രീതിക്കായി. ബണ്ണൊരു സ്വീറ്റ്നെസ് ആണ്. ബണ്ണും കൂടി കഴിക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ഇട്ടാണ് ആദരിക്കാം.